ഹലോ, വെൽക്കം ടു സെലക്ടർ. ഇനി നമുക്ക് ന്യൂട്രീഷൻ്റെ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. വൈറ്റമിൻസും മിനറൽസും എന്താണെന്ന് നമുക്ക് ഡീപ്പായിട്ട് നോക്കാം. ഇനി ആദ്യം വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. വൈറ്റമിൻസ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് റിക്വയർഡ് ഇൻ സ്മോൾ എമൗണ്ട് ഫോർ നോർമൽ ഗ്രോത്ത്, മെറ്റബോളിസം, ഇമ്മ്യൂണിറ്റി ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹെൽത്ത്. അപ്പം വൈറ്റമിൻസ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. ഇതൊരു മൈക്രോ ന്യൂട്രിയൻ്റാണ്. മൈക്രോ ന്യൂട്രിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിക്ക് ചെറിയ അളവിൽ ഇതിന് ആവശ്യമുള്ളൂ. അപ്പം ഇതൊരു മൈക്രോ ന്യൂട്രിയൻ്റാണ്, ഓർഗാനിക് കോമ്പൗണ്ടാണ്. നമ്മുടെ ബോഡിക്ക് കുറഞ്ഞ എമൗണ്ടിൽ ഇതിന് ആവശ്യമുള്ളൂ. എന്തിനൊക്കെ ആവശ്യമുണ്ട്? നോർമൽ ഗ്രോത്തിന് വേണം, മെയിൻ്റനൻസ് വേണം, ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണം, മെയിൻ്റനൻസ് ഓഫ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ വൈറ്റമിൻ അത്യാവശ്യമാണ്. ഇനി ഫങ്ഷൻസ് ഓഫ് വൈറ്റമിൻ നോക്കാം. ഫങ്ഷൻസ്: ഹെൽപ്പ് ഇൻ മെറ്റബോളിസം. നമ്മുടെ ബോഡിയിലുള്ള കെമിക്കൽ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൈക്രോ ന്യൂട്രിയൻ്റായ വൈറ്റമിൻസ് അത്യാവശ്യമാണ്. ചില ഡൈജഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടും അബ്സോർപ്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടും നമ്മുടെ ഓരോ മെറ്റബോളിസത്തിന് വേണ്ടിയിട്ടും ഈ വൈറ്റമിൻസ് അത്യാവശ്യമാണ്. മെയിൻറ്റെയിൻ വിഷൻ ആൻഡ് സ്കിന്നിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നമ്മുടെ വിഷൻ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും വൈറ്റമിൻ ആവശ്യമാണ്. അതായത് വിഷനൊക്കെ വൈറ്റമിൻ എ എന്ന് പറയുന്ന റെറ്റിനോൾ എന്ന് പറയുന്ന വൈറ്റമിനൊക്കെ വിഷന് വേണ്ടിയിട്ട് അത്യാവശ്യമാണ്. പിന്നെ സ്കിന്നിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടും ഡീപ്പായിട്ട് നമുക്ക് വൈറ്റമിൻസ് ഓരോന്നും നോക്കാം. അതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് നോക്കാം. അപ്പം ടോട്ടലായിട്ട് വൈറ്റമിൻസിന് വിഷൻസിനും സ്കിന്നിൻ്റെ മെയിൻ്റനൻസിനും വേണ്ടിയിട്ട് അത്യാവശ്യമാണ്. ഇംപ്രൂവ് ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടും ഈ പറയുന്ന വൈറ്റമിൻസ് അത്യാവശ്യമാണ്. സപ്പോർട്ട് ബോണിൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ടും കാൽസിഫിക്കേഷന് വേണ്ടിയിട്ടും ഒക്കെ ഈ പറയുന്ന വൈറ്റമിൻസ് അത്യാവശ്യമാണ്. ഹെൽപ്പ് ബ്ലഡ് ക്ലോട്ടിങ്, അതായത് ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ബ്ലഡിൻ്റെ ക്ലോട്ടിങ് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന വൈറ്റമിൻസ് അത്യാവശ്യമാണ്. അപ്പോൾ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഹെൽപ്പ് ഇൻ മെറ്റബോളിസം, മെയിൻറ്റെയിൻ വിഷൻ ആൻഡ് സ്കിൻ, ഇംപ്രൂവ് ഇമ്മ്യൂണിറ്റി, സപ്പോർട്ട് ബോൺ ഫോർമേഷൻ, ഹെൽപ്പ് ബ്ലഡ് ക്ലോട്ടിങ്. അപ്പോൾ ഇതൊക്കെയാണ് വൈറ്റമിൻസിൻ്റെ ഫങ്ഷൻസ്. ഇനി ക്ലാസിഫിക്കേഷൻ നോക്കാം. വൈറ്റമിൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഒന്ന്, ഫാറ്റ് സോല്യുബിൾ വൈറ്റമിൻസ്. ഏതൊക്കെയാണ് ഫാറ്റ് സോല്യുബിൾ വൈറ്റമിൻസ്? വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ ആൻഡ് കെ. അപ്പം വൈറ്റമിൻ എ, ഡി, ഇ, കെ. അപ്പോൾ എളുപ്പത്തിന് പഠിച്ചു വെക്കാൻ എളുപ്പമാണ്. എ, ഡി, ഇ, കെ. ഫാറ്റ് സോല്യുബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ്? എ, ഡി, ഇ, കെ വൈറ്റമിൻസ്. ഓക്കെ. അടുത്തത് വാട്ടർ സോല്യുബിൾ വൈറ്റമിൻസ്. അത് ഏതൊക്കെയാണ്? വൈറ്റമിൻ ബി കോംപ്ലക്സ് ആൻഡ് വൈറ്റമിൻ സി. ഇതിൽ വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും പല ടൈപ്പ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പം വാട്ടർ സോല്യുബിൾ വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ ബി കോംപ്ലക്സ് ആൻഡ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഫാറ്റ് സോല്യുബിൾ ഏതൊക്കെയാണ്? ഇതിൻ്റെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ഫാറ്റ് അത്യാവശ്യമാണ്. എ, ഡി, ഇ, കെ എന്ന് പറയുന്ന വൈറ്റമിൻസിൻ്റെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ഫാറ്റ് എന്ന് പറയുന്ന മാക്രോ ന്യൂട്രിയൻ്റ് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഫാറ്റ് സോല്യുബിൾ വൈറ്റമിൻസ് എന്നും വാട്ടർ സോല്യുബിൾ വൈറ്റമിൻസ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനിയും ഫാറ്റ് സോല്യുബിൾ വൈറ്റമിൻസിലെ ആദ്യത്തേതാണ് വൈറ്റമിൻ എ അല്ലെങ്കിൽ റെറ്റിനോൾ. എന്താണ് വൈറ്റമിൻ എ അല്ലെങ്കിൽ റെറ്റിനോൾ എന്ന് പറയുന്ന ഈ ഫാറ്റ് സോല്യുബിൾ വൈറ്റമിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ്, സ്പിനാച്ച്, ലിവർ, മിൽക്ക്. ഇതിലൊക്കെ എന്തുണ്ട്? വൈറ്റമിൻ എ ഉണ്ട്. മനസ്സിലായി? ഇപ്പോൾ ക്യാരറ്റ് കുട്ടികളോടൊക്കെ നമ്മൾ പറയില്ലേ, ക്യാരറ്റ് കൂടുതൽ കഴിക്കുക, അത് കണ്ണിന് നല്ല ഹെൽപ്പ് ചെയ്യും, അതിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ അതാണ് വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്ന ക്യാരറ്റ്, സ്പിനാച്ച്, ലിവർ, മിൽക്ക്. ഇതിലൊക്കെ എന്തടങ്ങിയിരിക്കുന്നു? റെറ്റിനോൾ എന്ന് പറയുന്ന വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ വിഷൻ, ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യും, ഹെൽത്തി സ്കിന്നിനും ഈ വൈറ്റമിൻ എ ഹെൽപ്പ് ചെയ്യുന്നു. മെയിനായിട്ടും കണ്ണിൻ്റെ വിഷന് വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ എ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നൈറ്റിൽ നമുക്ക് കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന വൈറ്റമിൻ എ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടാവും. സീറോഫ്താൽമിയ ആൻഡ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. അതായത് നമുക്ക് നൈറ്റിൽ പ്രോപ്പറായിട്ട് കാഴ്ചയ്ക്കുള്ള പ്രശ്നം വരുന്നത് ഈ പറയുന്ന വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്നതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ വൈറ്റമിൻ എ ഏതൊക്കെയാണെന്ന്. എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന ഇഷ്യൂ എന്താണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ്. വൈറ്റമിൻ എയുടെ പേരെന്താണ്? റെറ്റിനോൾ എന്ന്. എക്സസ് ആയിട്ട് വൈറ്റമിൻ എയുടെ ഇൻടേക്ക് കാരണം ലിവർ ഡാമേജ്, ഹെഡ് ഏക്ക് അതുപോലുള്ളതൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വൈറ്റമിൻ എ, റെറ്റിനോൾ, അതിൻ്റെ സോഴ്സസ് പഠിച്ചു. ഫങ്ഷൻ എന്താണ്? വിഷന്, ഇമ്മ്യൂണിറ്റി, ഹെൽത്തി സ്കിന്നൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഡെഫിഷ്യൻസി കാരണം എന്തുണ്ടാവുന്നു? നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ സീറോഫ്താൽമിയ ഉണ്ടാവുന്നു. ഓക്കെ. ഇനിയും വൈറ്റമിൻ ഡി നോക്കാം. കാൽസിഫെറോൾ. എന്താ വൈറ്റമിൻ ഡിയുടെ പേര്?
കാൽസിഫെറോൾ എന്ന് പറയും. ഇത് സൺലൈറ്റിൽ നിന്നുമാണ് നമുക്ക് കിട്ടുന്നത്. മെയിനായിട്ടും സൺലൈറ്റിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? വൈറ്റമിൻ ഡി ആണ്. എഗ്ഗ് യോക്കിലുണ്ട്, ഫിഷ് ഓയിലൊക്കെ ചെറിയ രീതിയിൽ അടങ്ങിയിരിക്കുന്നത്. അതാണ് വൈറ്റമിൻ ഡി അല്ലെങ്കിൽ കാൽസിഫെറോൾ. ഫങ്ഷൻസ് എന്തൊക്കെയാണ്? കാൽസ്യം അബ്സോർപ്ഷന് വേണ്ടിയിട്ടും ബോൺ ഹെൽത്തിന് വേണ്ടിയിട്ടും വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. ഡെഫിഷ്യൻസി കാരണം റിക്കറ്റ്സ്, ഓസ്റ്റിയോമലേഷ്യ ഇതുപോലുള്ള ഡിസീസ് ഉണ്ടാകുന്നു. അതായത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം റിക്കറ്റ്സ് എന്ന് പറയുന്നത് കുട്ടികളിലൊക്കെ ബോണ് സോഫ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ് ഈ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അതായത് അവരുടെ ബോണൊക്കെ ഇങ്ങനെ വളഞ്ഞു പോകും, സോഫ്റ്റ് ആയതുകൊണ്ട് വളഞ്ഞു പോകുന്നു. അതുപോലെ ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്ന ഒരു ഡിസീസും ഈ പറയുന്ന വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നു. എക്സസ് കാരണം ഹൈപ്പർ കാൽസീമിയ, കിഡ്നി സ്റ്റോൺ ഒക്കെ വരുന്നു. വൈറ്റമിൻ ഡിയുടെ എക്സസ് കാരണം ഹൈപ്പർ കാൽസീമിയ, അതായത് കാൽസ്യത്തിൻ്റെ അളവ് ബ്ലഡിൽ കൂടുന്നതാണ് ഹൈപ്പർ കാൽസീമിയ. കിഡ്നി സ്റ്റോൺ അതൊക്കെ ഉണ്ടാവാൻ കാരണമാകുന്നു വൈറ്റമിൻ ഡിയുടെ എക്സസ് കാരണം. ഡെഫിഷ്യൻസി കാരണം റിക്കറ്റ്സ്, ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്ന ഡിസീസസ് ഉണ്ടാകുന്നു. അപ്പോൾ മെയിനായിട്ടും സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഏതാണ്? കാൽസിഫെറോൾ എന്ന് പറയുന്ന വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഫാറ്റ് സോലുബിൾ വൈറ്റമിനാണ്. ഇനിയും അടുത്തത് വൈറ്റമിൻ ഇ, ടോക്കോഫെറോൾ എന്ന് പറയും. ഇനി ഇതിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് നട്ട്സ്, വെജിറ്റബിൾ ഓയിൽസിലും സീഡ്സിലും ഒക്കെ കാണപ്പെടുന്നതാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലിൻ്റെ ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ നമുക്ക് ഏജ്ഡ് ആയിട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ സെൽസിൻ്റെ ടിഷ്യൂസൊക്കെ എന്ത് ചെയ്യുന്നു? ഡാമേജ് ആവും, ഏജിങ് പ്രോസസ്സൊക്കെ നടക്കുന്നു. അപ്പം ഈ വൈറ്റമിൻ ഇ കാരണം, അതായത് ഇതിൽ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് എന്ത് ചെയ്യുന്നു? നമുക്ക് ഏജിങ് ഒക്കെ കുറയ്ക്കുന്നു, ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് സെൽസിൻ്റെ ഡാമേജ് ഒക്കെ കുറയ്ക്കുന്നു. ഡെഫിഷ്യൻസി കാരണം മസിൽ വീക്ക്നെസ് ഉണ്ടാവാം, എക്സസ് കാരണം ബ്ലീഡിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അതാണ് വൈറ്റമിൻ ഇയുടെ ഫങ്ഷൻസും സോഴ്സസും ഒക്കെ നോക്കുന്നത്. ഇനി വൈറ്റമിൻ കെ എന്ന് പറഞ്ഞത് ഇതിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾ ആണ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലാണ് വൈറ്റമിൻ കെ അടങ്ങിയിരിക്കുന്നത്. മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഇപ്പോൾ ഒരു ബ്ലീഡിങ് ആവാതെ ഇപ്പോൾ എന്തെങ്കിലും ഒരു വൂണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ബ്ലീഡിങ് കുറച്ച് പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ട് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ ഇ കാരണമാണ്. ഓക്കെ, പിന്നെ ഇത് പ്രോത്രോംബിൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചില കമ്പോണൻ്റാണ് ഈ ത്രോംബിൻ എന്നൊക്കെ പറയുന്നത്. ഈ വൈറ്റമിൻ കെയുടെ അതിൻ്റെ കൂടിയാണ് നമുക്ക് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഡെഫിഷ്യൻസി കാരണം എന്താകുന്നു? ബ്ലീഡിങ് വരുന്നു, അതായത് ബ്ലഡ് ക്ലോട്ട് ആവാതെ എന്ന അവസ്ഥ വരുന്നു. ഇതാണ് വൈറ്റമിൻ കെ. ഈ വൈറ്റമിൻ കെ എന്ന് പറയുന്ന ഇഞ്ചെക്ഷൻസ് നമ്മൾ ഒരു ന്യൂ ബോൺ കുഞ്ഞ് ജനിച്ച ഉടനെ നമ്മൾ ബ്ലീഡിങ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചെക്ഷൻസ് കൊടുക്കാറുണ്ട്, വൈറ്റമിൻ കെ എന്ന് പറയുന്ന ഇഞ്ചെക്ഷൻ. ഇനിയും ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് നമ്മൾ നോക്കി. വൈറ്റമിൻ എ നോക്കി, റെറ്റിനോള്. വൈറ്റമിൻ ഡി നോക്കി, കാൽസിഫെറോള്. വൈറ്റമിൻ ഇ നോക്കി, ടോക്കോഫെറോള്. വൈറ്റമിൻ കെയും നോക്കി, ADEK ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് നോക്കി. ഇനി വൈറ്റമിൻ ബി കോംപ്ലക്സ് നോക്കി. ബി കോംപ്ലക്സ് മെയിനായിട്ടും അതിൻ്റെ സോഴ്സ് സീരിയൽസ്, പൾസസ്, മിൽക്ക്, മീറ്റ്, ഇതിലൊക്കെ എന്താണ് വൈറ്റമിൻ ബി കോംപ്ലക്സ് അടങ്ങിയിരിക്കുന്നു. ഇനി ഫങ്ഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ എനർജി, മെറ്റബോളിസം ആൻഡ് നെർവ് ഫങ്ഷൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതിൽ വൈറ്റമിൻ ബി കോംപ്ലക്സിന് നമുക്ക് പല ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തത് B1, B2, B3, B12. ഇതിൽ B1 എന്ന് പറയുന്നത് തൈമിൻ എന്ന് പറയും. തൈമിൻ അതിൻ്റെ വേറൊരു പേരാണ് തൈമിൻ, B1. ഇതിൻ്റെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് ബെറി എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാകുന്നു. അതായത് കുട്ടികളിലൊക്കെയാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഇതിൽ നെർവിൻ്റെയും ഹാർട്ടിൻ്റെയൊക്കെ ഡിസീസസ് ഇത് കാരണം ഉണ്ടാകുന്നുണ്ട്. അപ്പം നമുക്ക് വൈറ്റമിൻ B1 തൈമിൻ കിട്ടുന്നത് മെയിനായിട്ടും കുറച്ച് സോഴ്സസ് ഉണ്ട്. ഇപ്പോൾ റൈസ്, പോളിഷ്ഡ് അല്ലാത്ത റൈസിലൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന തൈമിൻ B1 എന്ന് പറയുന്ന വൈറ്റമിൻ കാണപ്പെടുന്നത്. അതിൽ ന്യൂട്രിറ്റീവ് പാർട്ടായ ജേം എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട് റൈസിലൊക്കെ ഉള്ള. അത് നമുക്ക് റിമൂവ് ചെയ്യാതെ കഴിക്കുമ്പോഴാണ് തൈമിൻ്റെ സോഴ്സ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം ബെറി ഇപ്പം അങ്ങനെയുള്ള ഡിസീസസ് നമുക്ക് കാണത്തില്ല. കാരണം ബെറി എന്നുള്ള അസുഖമൊന്നും നമ്മളിപ്പോൾ കേൾക്കാറില്ല. എങ്കിലും നേരത്തെ പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ ഫങ്ഷൻസ് ഒന്നും അറിയാത്ത സമയത്തൊക്കെ ഈ പറയുന്ന ഡിസീസസൊക്കെ കണ്ടിട്ടുണ്ട്, ബെറി എന്ന് പറഞ്ഞിട്ട്. ഇനി അടുത്തത് കീലോസിസ്. വൈറ്റമിൻ B2 അല്ലെങ്കിൽ റൈബോഫ്ലാവിൻ എന്ന് പറയും, റൈബോഫ്ലാവിൻ. അപ്പം വൈറ്റമിൻ B2 എന്ന് പറയുന്നത് റൈബോഫ്ലാവിൻ ആണ്. ഇതിൻ്റെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് കീലോസിസ് എന്ന് പറയുന്ന ഒരു ഡിസീസസ് ഒക്കെ ഉണ്ട്. അതായത് ഡ്രൈ ആയിട്ടുള്ള ലിപ്പ്, ഗമ്മ അതുപോലുള്ള ഏരിയയൊക്കെ ഡ്രൈ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഡിസീസാണ് ഈ പറയുന്ന കീലോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ റൈബോഫ്ലാവിൻ്റെ ഡെഫിഷ്യൻസി കാരണം, അതായത് B2
വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ്റെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് കീലോസിസ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നു. ഇനി B3 ഉണ്ട്. B3 നിയാസിൻ എന്ന് പറയും. വൈറ്റമിൻ B3 ഏതാണ്? നിയാസിൻ. നിയാസിൻ്റെ ഡെഫിഷ്യൻസി കാരണം പെല്ലാഗ്ര എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നു. അതാണ് ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസ് ഏതാണ്? പെല്ലാഗ്ര. പെല്ലാഗ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ 3 Ds ഉണ്ട്. ഒന്ന് ഡെർമറ്റൈറ്റിസ്, ഡെർമറ്റൈറ്റിസ്. 2 ഡയേറിയ, അടുത്ത D എന്ന് പറയുന്നത് ഡയേറിയ. അടുത്ത D എന്ന് പറയുന്നത് ഡിമെൻഷ്യ. അടുത്ത D എന്താണ്? ഡിമെൻഷ്യ. അപ്പോൾ ഈ പെല്ലാഗ്രയുടെ സിംറ്റംസ് ആണ് 3 Ds എന്ന് പറയുന്നത്. അതായത് 3 D ഉണ്ട്. അതിൽ ഒന്നാമത്തെ D എന്ന് പറഞ്ഞാൽ ഡെർമറ്റൈറ്റിസ്, രണ്ടാമത്തെ D എന്ന് പറഞ്ഞാൽ ഡയേറിയ, മൂന്നാമത്തെ D എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമെൻഷ്യ. അപ്പോൾ ഈ പെല്ലാഗ്ര എന്ന് പറയുന്നത് നിയാസിൻ എന്ന് പറയുന്ന വൈറ്റമിൻ B3യുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് പെല്ലാഗ്ര. ഇനിയുള്ളത് B12 അല്ലെങ്കിൽ കൊബാലമിൻ. B12 അല്ലെങ്കിൽ കൊബാലമിൻ എന്ന് പറയുന്ന വൈറ്റമിനാണ് B12. ഇതിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. അതായത് ഈ പറയുന്ന വൈറ്റമിൻ B12 എന്ന് പറയുന്നത് നമ്മുടെ HB ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ്റെ ഫങ്ഷൻസിന് വേണ്ടിയിട്ടും റിപ്പയറിന് വേണ്ടിയിട്ടും ഒക്കെ എന്ത് വേണം? ഈ പറയുന്ന കൊബാലമിൻ B12 എന്ന് പറയുന്ന വൈറ്റമിന് അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ഒരു ടൈപ്പ് ഓഫ് അനീമിയാണ്. വൈറ്റമിൻ B12ൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അനീമിയാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. അപ്പം വൈറ്റമിൻ B കോംപ്ലക്സിൻ്റെ B1, B2, B3, B12 നമ്മൾ പഠിച്ചു. B1ൻ്റെ പേരെന്താണ്? തയമിൻ. B2ൻ്റെ പേരെന്താണ്? റൈബോഫ്ലാവിൻ. B3 നിയാസിൻ. B12 എന്ന് പറയുന്നത് കൊബാലമിൻ. ഇതിൻ്റെയൊക്കെ ഓരോ ഡെഫിഷ്യൻസിയും പഠിച്ചു. തൈമിൻ്റെ ഡെഫിഷ്യൻസി കാരണം ബെറിബെറി എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നു. റൈബോഫ്ലാവിൻ്റെ ഡെഫിഷ്യൻസി കാരണം കീലോസിസ് ഉണ്ടാകുന്നു. B3 നിയാസിൻ്റെ ഡെഫിഷ്യൻസി കാരണം പെല്ലാഗ്ര ഉണ്ടാകുന്നു. B12 കൊബാലമിൻ്റെ ഡെഫിഷ്യൻസി കാരണം മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നു. അപ്പം വൈറ്റമിൻ B കോംപ്ലക്സ് നോക്കിയില്ലേ. ഇനിയും വൈറ്റമിൻ C അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ്. അപ്പം വൈറ്റമിൻ C അസ്കോർബിക് ആസിഡ് ഇതിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് സിട്രസ് ഫ്രൂട്ട് ആയിരിക്കും. അതായത് സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, അതായത് ഓറഞ്ച്, ലെമൺ, അതിലൊക്കെ വൈറ്റമിൻ C അടങ്ങിയിട്ടുണ്ട്. അംല, ഗുവ ഇതുപോലുള്ള ഫ്രൂട്ട്സിലൊക്കെ എന്താണ്? വൈറ്റമിൻ C അടങ്ങിയിട്ടുണ്ട്. വാട്ടർ സോലുബിൾ വൈറ്റമിനായ വൈറ്റമിൻ C അടങ്ങിയിരിക്കുന്ന സോഴ്സസ് എന്തൊക്കെയാണ്? സിട്രസ് ഫ്രൂട്ട്, അംല, ഗുവ അതുപോലുള്ള ഫ്രൂട്ട്സിലാണ് വൈറ്റമിൻ C അടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ വൂണ്ട് ഹീലിംഗ് ആൻഡ് ഇമ്മ്യൂണിറ്റി. വൂണ്ട് ഹീലിങ്ങിനും ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പ്രതിരോധ ശേഷിക്കും വേണ്ടിയിട്ട് വൈറ്റമിൻ C അത്യാവശ്യമാണ്. ഇതിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് സ്കർവി. സ്കർവി എന്ന് പറയുന്ന ഡിസീസ് വൈറ്റമിൻ Cയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ്. ഇനി എക്സസ് ആയിട്ട് വൈറ്റമിൻ C ഇൻടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസും ഡയേറിയ പോലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ വൈറ്റമിൻ C മനസ്സിലായല്ലോ. ഇതിൻ്റെ പേരെന്താണ്? അസ്കോർബിക് ആസിഡ്. ഇതിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസ് എന്താണ്? സ്കർവി. ഇനിയും ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് വൈറ്റമിൻസ് നോക്കാം. വൈറ്റമിൻസിൻ്റെ ഡൈജഷനും അബ്സോർപ്ഷനും എങ്ങനെയാണെന്ന് നോക്കാം. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആർ അബ്സോർബ്ഡ് വിത്ത് ഡയറ്ററി ഫാറ്റ് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പം മെയിനായിട്ടും ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആയ ADEK അബ്സോർബ് ചെയ്യുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് വിത്ത് ഫാറ്റ്, ഡയറ്ററി ഫാറ്റിൻ്റെ കൂടെയാണ് നമ്മൾ ഈ പറയുന്ന ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് അബ്സോർബ് ചെയ്യുന്നത്. വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് ആർ ഡയറക്ട്ലി അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡിലോട്ടാണ് ഈ പറയുന്ന വൈറ്റമിൻ B കോംപ്ലക്സും Cയും അബ്സോർബ് ചെയ്യുന്നത്. ഈ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആർ സ്റ്റോർഡ് ഇൻ ലിവറിലാണ് ഈ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അബ്സോർപ്ഷൻ എവിടെയാണ് നടക്കുന്നത്? വൈറ്റമിൻസിൻ്റെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വിത്ത് ഡയറ്ററി ഫാറ്റിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ADEK എന്ന് പറയുന്ന ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് അബ്സോർബ് ചെയ്യുന്നത്. വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് ഡയറക്റ്റ്ലി ബ്ലഡിലോട്ട് അബ്സോർബ് ആവുന്നു. എക്സസ് ആയിട്ടുള്ള ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ലിവറിലാണ്. ഇനിയും മിനറൽസ് നോക്കാം. മിനറൽസ് അടുത്ത മൈക്രോ ന്യൂട്രിയൻ്റ് ആണ് മിനറൽസ് എന്ന് പറയുന്നത്. മിനറൽസ് ആർ ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ്. അപ്പോൾ ഓർഗാനിക് സബ്സ്റ്റൻസ് എന്താണ്, ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് എന്താണെന്ന് നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഓർഗാനിക് സബ്സ്റ്റൻസിൽ കാർബണും ഹൈഡ്രജനും അടങ്ങിയിട്ടുണ്ടാവും. ഈ പറയുന്ന ഇൻഓർഗാനിക് സബ്സ്റ്റൻസിൽ കാർബണും ഹൈഡ്രജനും അടങ്ങിയിട്ടുണ്ടാവില്ല. അതാണ് ഈ മിനറൽസ് എന്ന് പറയുന്നത്. ഇത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു? ബോഡി ഗ്രോത്ത്, എൻസൈമിൻ്റെ ആക്ടിവിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നു,
ഫ്ലൂയിഡ് ബാലൻസ് ആൻഡ് ബോൺ ഫോർമേഷനൊക്കെ മിനറൽസ് അത്യാവശ്യമാണ്. ഇത് മൈക്രോ ന്യൂട്രിയൻ്റ് ആണെങ്കിലും നമ്മുടെ ബോഡിക്ക് ചെറിയ രീതിയിൽ ആവശ്യമുള്ളെങ്കിലും ഈ പറയുന്ന ഗ്രോത്തിനും എൻസൈമിൻ്റെയൊക്കെ ആക്ടിവിറ്റിക്കും ഫ്ലൂയിഡിൻ്റെ ബാലൻസിനും ബോൺ ഫോർമേഷനും ഒക്കെ മിനറൽസ് അത്യാവശ്യമാണ്. അപ്പോൾ മെയിൻ ഫങ്ഷൻസ് നോക്കാം. ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ ബോൺ ആൻഡ് ടീത്ത് ഫോർമേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ബോൺ ആൻഡ് ടീത്ത് ഫോർമേഷന് വേണ്ടിയിട്ട് മിനറൽ വേണം. അതിൽ ഏത് മിനറലാണെന്ന് നോക്കാം. നമുക്ക് കാൽസ്യം, ഫ്ലൂറൈഡ് അതുപോലുള്ള മിനറൽസ് ഒക്കെ നമുക്ക് ബോണിൻ്റെയും ടീത്തിൻ്റെയും ഫോർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടും ഈ പറയുന്ന ഓക്സിജൻ നമ്മൾ ഇൻഹെയിൽ ചെയ്ത് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ബ്ലഡ് ത്രൂ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് ലങ്സിലൊക്കെ പോകുന്ന ആ ഫങ്ഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് അയൺ മിനറൽ വേണം. ഇനിയുള്ളത് മസിൽ കോൺട്രാക്ഷന് വേണ്ടിയിട്ട് കാൽസ്യം എന്ന് പറയുന്ന മിനറൽ വേണം. നെർവ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ മിനറൽ അത്യാവശ്യമാണ്. മെയിൻ്റനൻസ് ഓഫ് ബോഡി ഫ്ലൂയിഡ്, എക്സ്ട്രാ സെല്ലുലർ ഇൻട്രാ സെല്ലുലർ ഫ്ലൂയിഡിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നമുക്ക് സോഡിയം, പൊട്ടാസ്യം അതുപോലുള്ള മിനറൽസ് അത്യാവശ്യമാണ്. അപ്പോൾ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ബോൺ ആൻഡ് ടീത്ത് ഫോർമേഷൻ, ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ, മസിൽ കോൺട്രാക്ഷൻ, നെർവ് ട്രാൻസ്മിഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് ബാലൻസ്. ഇനി ക്ലാസിഫിക്കേഷൻ നോക്കാം. മേജർ മിനറൽസും ഉണ്ട്, ട്രേസ് മിനറൽസും ഉണ്ട്. അത് ഈ മൈക്രോ ന്യൂട്രിയൻ്റെ മിനറലിൻ്റെ മേജർ മിനറൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് കൂടുതലായിട്ട് ആവശ്യമുള്ളതും, ട്രേസ് മിനറൽസ് അതായത് 100 ഗ്രാമിൽ കൂടുതൽ നമുക്ക് ഡെയിലി ആവശ്യമുള്ള മിനറൽസാണ് ഈ പറയുന്ന മേജർ മിനറൽസ്. മൈക്രോ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 100 ഗ്രാം നമ്മുടെ ബോഡിയിൽ ഡെയിലി ആവശ്യം വരുന്ന മിനറൽസാണ് ഈ പറയുന്ന ട്രേസ് മിനറൽസ്. മേജർ മിനറൽസിൽ കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം ഇതൊക്കെ എന്താണ്? മേജർ മിനറൽസ് ആണ്. ട്രേസ് മിനറൽസ് വരുന്നത് അയൺ, അയഡിൻ, സിങ്ക്, കോപ്പർ ഇതുപോലുള്ളതൊക്കെ ഏതാണ്? ട്രേസ് മിനറൽസ് ആണ്. ക്ലാസിഫിക്കേഷൻ മനസ്സിലായല്ലോ. ഇനിയും കാൽസ്യം എന്താണെന്ന് നോക്കാം. കാൽസ്യത്തിൻ്റെ മെയിൻ സോഴ്സ് ഏതാണ്? മിൽക്ക്, കേർഡ്, ചീസ് ഇതിലൊക്കെ എന്താണ്? കാൽസ്യം എന്ന് പറയുന്ന മിനറൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ബോൺ ആൻഡ് ടീത്ത് ഫോർമേഷന് വേണ്ടിയിട്ട് കാൽസ്യം അത്യാവശ്യമാണ്. ബോണിൻ്റെയും ടീത്തിൻ്റെയും ഫോർമേഷന് വേണ്ടിയിട്ട് കാൽസ്യം അത്യാവശ്യമാണ്. ഇതിൻ്റെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ ടെറ്റനി എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നു. ടെറ്റനി ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്നത്, അതായത് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഈ മസിൽസിലൊക്കെ സ്റ്റിഫായിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ ടെറ്റനി എന്ന് പറയുന്നത്. അതേപോലെ അഡൽട്ടിൽ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ബോൺ ഇഷ്യൂ ഉണ്ടാവും ഈ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാരണം. എക്സസ് ആയിട്ട് കാൽസ്യം ഇൻടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനിയും അയൺ നോക്കാം. അയൺ മെയിനായിട്ടും അടങ്ങിയിരിക്കുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ലിവർ, മീറ്റ് ഇതിലൊക്കെയാണ് അയൺ എന്ന് പറയുന്ന മിനറൽ അടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷൻ, അതായത് നമ്മുടെ ബ്ലഡിലുള്ള റെഡ് ബ്ലഡ് സെൽസിലുള്ള അതിന് കളർ കൊടുക്കുന്ന ഒരു ഫോമാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ട് അയൺ എന്ന് പറയുന്ന മിനറൽ അത്യാവശ്യമാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ബ്ലഡിന് കളർ കൊടുക്കുന്ന ഒരു മെയിൻ പാർട്ടാണ്. ഇതെന്ന് പറയുന്നത് നമുക്കിടെ ഓക്സിജനെ പ്രോപ്പറായിട്ട് നമ്മുടെ ടിഷ്യൂസിലൊക്കെ എത്തിക്കാനും ലങ്സിൽ നിന്നും എടുത്തിട്ട് പോയി ടിഷ്യൂസിലൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ബ്ലഡിലുള്ള ഈ ഹീമോഗ്ലോബിൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ട് തന്നെ എന്ത് വേണം? അയൺ വേണം. ഇനി അയണിൻ്റെ ഡെഫിഷ്യൻസി കാരണം അയൺ ഡെഫിഷ്യൻസി അനീമിയ. അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് കാരണം ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് അനീമിയ എന്ന് പറയുന്നത്. ഈ അയണിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അനീമിയാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്നത്. ഇനി എക്സസ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് ഈ അയണിൻ്റെ ഇൻടേക്ക് എക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഓർഗൻ ഡാമേജ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ഇനിയും അയഡിൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് അയഡൈസ്ഡ് സാൾട്ട്, സീ ഫുഡ് ഇതിലൊക്കെ എന്താണ്? അയഡിൻ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് തൈറോയ്ഡ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഗ്ലാൻഡ് ഉണ്ട്, അതിൽ നിന്നും ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഈ പറയുന്ന അയഡിൻ അത്യാവശ്യമാണ്. ഈ അയഡിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഗോയിറ്റർ അല്ലെങ്കിൽ ക്രിട്ടിനിസം എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നു. ഈ ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ എൻലാർജ്മെൻ്റ് ആണ് ഈ ഗോയിറ്റർ എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ എൻലാർജ്മെൻ്റ് ആണ് ഗോയിറ്റർ. ഇത് കാരണം എന്ത് പറ്റുന്നു? തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയോ ബാലൻസ് അല്ലാതെ ആവുകയോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് തൈറോയ്ഡ് ഫങ്ഷൻസ് നോർമൽ ആയിരിക്കില്ല. ഈ ക്രിട്ടിനിസം എന്ന് പറയുന്നത് കുട്ടികളിലുണ്ടാകുന്ന ഈ പറയുന്ന അയഡിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസാണ്. ഇനിയും ഇതിൻ്റെ എക്സസ് കാരണം തൈറോയ്ഡ്
ഡിസ്ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നു. ഓവറായിട്ട് എടുത്താലും അത് ഇഷ്യൂ ആണ്, തൈറോയിഡിൻ്റെ ഡിസ്ഫങ്ഷൻസിന് കാരണമാകുന്നു. അപ്പം അയഡിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസ് ഏതാണ്? ഗോയിറ്റർ ആൻഡ് ക്രിട്ടിനിസ്. ഓക്കെ, അടുത്തത് സോഡിയം ആൻഡ് പൊട്ടാസ്യം. അടുത്ത മിനറലാണ് സോഡിയം പൊട്ടാസ്യം. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഫ്ലൂയിഡ് ബാലൻസ്, നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ. നമ്മുടെ നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ, അതായത് എന്തെങ്കിലും സെൻസേഷൻ അറിയുക, നമ്മുടെ കോർഡിനേഷൻ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന നെർവ് ഫംഗ്ഷൻ വഴിയാണ് നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ ട്രാൻസ്മിഷനും ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻസിനും വേണ്ടിയിട്ട് സോഡിയവും പൊട്ടാസ്യം അത്യാവശ്യമാണ്. ഇനി ഫ്ലൂയിഡ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇൻട്രാ സെല്ലുലർ ആൻഡ് എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡിൻ്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഈ പറയുന്ന സോഡിയവും പൊട്ടാസ്യവും അത്യാവശ്യമാണ്. ഇനിയും സോഴ്സസ് എന്തൊക്കെയാണ്? സാൾട്ട്, ബനാന, വെജിറ്റബിൾസ്, ഇതിലൊക്കെ സോഡിയവും പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട്. ബനാനയിൽ കൂടുതലായിട്ടും പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഇനി ഡെഫിഷ്യൻസി കാരണം മസിൽ വീക്ക്നെസ് ഉണ്ടാവാം. എക്സസ് ആയിട്ട് സോഡിയം എക്സസ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ഉപ്പൊക്കെ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ വരാൻ ചാൻസ് ഉള്ള? ഹൈപ്പർ ടെൻഷൻ, BP കൂടാനും ചാൻസ് ഉണ്ട്. അപ്പം മെയിനായിട്ട് ഇതിൻ്റെ ഡെഫിഷ്യൻസി കാരണം മസിൽ വീക്ക്നെസ് ആണ് ഉണ്ടാകുന്നത്. സോഡിയത്തിൻ്റെ എക്സസ് കാരണം ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഇനി ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് മിനറൽ. മിനറലിൻ്റെ ഡൈജഷനും അബ്സോർപ്ഷനും നോക്കാം. മിനറൽസ് ആർ മെയിൻലി അബ്സോർബ്ഡ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിലുമാണ് ഈ പറയുന്ന മിനറലും അബ്സോർബ് ചെയ്യുന്നത്. അബ്സോർപ്ഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വൈറ്റമിൻ ഡിയും ഹോർമോൺസിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് വഴിയാണ് ഈ പറയുന്ന മിനറൽസ് അബ്സോർബ് ചെയ്യുന്നത്. ഇനിയും പ്രിവെൻഷൻ ഓഫ് ഡിസീസസ്. ഇപ്പോൾ ഈ പറയുന്ന മിനറൽസിൻ്റെ ഓരോ മിനറൽസിൻ്റെയും ഡെഫിഷ്യൻസി എല്ലാം നമ്മൾ കണ്ടു. അതിൻ്റെ എല്ലാം ഡെഫിഷ്യൻസി ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുക, അതായത് കറക്റ്റ് പ്രപ്പോർഷനിൽ ന്യൂട്രിയൻ്റ് അടങ്ങിയ ഫുഡ് എടുക്കുക. കൺസ്യൂം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഡെയിലി ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൺസ്യൂം ചെയ്യുക. ഇനി യൂസ് അയഡൈസ്ഡ് സാൾട്ട് അയഡൈസ്ഡ് ആയിട്ടുള്ള സാൾട്ട് ഉണ്ടാകും, അത് കൂടുതലായി എടുക്കുക. ടേക്ക് സപ്ലിമെൻറ്റ്സ് ഓൺലി വെൻ പ്രിസ്ക്രൈബ്ഡ്. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്കെന്താ അതിനുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഡയറ്ററി ബാലൻസ്ഡ് ഡയറ്റ് എടുക്കാൻ നോക്കണം. അപ്പോൾ പ്രിവെൻഷൻ ഓഫ് ഡിസീസ്, ഈ ഒരു വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയൊക്കെ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെഫിഷ്യൻസി ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുക. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് ഡെയിലി കൺസ്യൂം ചെയ്യുക. അയഡൈസ്ഡ് സാൾട്ട് യൂസ് ചെയ്യുക. പിന്നെ സപ്ലിമെൻറ്റ്സ് ഒക്കെ ഇപ്പോൾ നല്ലപോലെ ഡെഫിഷ്യൻ്റ് ആകുമ്പം ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുക. ഇനിയും നമുക്ക് വൈറ്റമിൻ മിനറൽസിൻ്റെ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസ് ഏതാണ്? സ്കർവി. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസ് ഏതാണ്? സ്കർവി. ഇനിയും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസ് ഏതാണ്? റിക്കറ്റ്സ്. അപ്പം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസ് ഏതാണ്? റിക്കറ്റ്സ് എന്ന് പറയുന്ന ഡിസീസാണ്. വൈറ്റമിൻ സി കാരണം എന്താണ്? സ്കർവി. വൈറ്റമിൻ ഡി കാരണം റിക്കറ്റ്സ് എന്ന് പറയുന്ന ഡിസീസാണ് ഉണ്ടാകുന്നത്. ഇനി അടുത്തത് വിച്ച് വൈറ്റമിൻ ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ. ബ്ലഡിൻ്റെ ക്ലോട്ട് ഫോർമേഷന് വേണ്ടിയിട്ട്, ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ എന്ന് പറയുന്ന വൈറ്റമിനാണ്. ഇനി നൈറ്റ് ബ്ലൈൻഡ്നെസ് ഒക്കേഴ്സ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ്. ഏത് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആൻഡ് സീറോഫ്താൽമിയ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നത്? വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ സീറോഫ്താൽമിയ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നത്, വൈറ്റമിൻ എ. ഇനിയും പെല്ലാഗ്ര ഈസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ്. പെല്ലാഗ്ര എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നത് ഏത് ബി കോംപ്ലക്സിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ്? നിയാസിൻ അല്ലെങ്കിൽ B3. വൈറ്റമിൻ B3 അല്ലെങ്കിൽ നിയാസിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് പെല്ലാഗ്ര എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നത്. ഇനി ബെറിബെറി ഈസ് കോസ്ഡ് ബൈ ബെറിബെറി. നല്ല രസമുണ്ടല്ലേ ആ പേര് കേൾക്കുക. അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ബെറിബെറി എന്ന് പറയുന്ന ഡിസീസ് കോസ് ചെയ്യുന്നത് തൈമിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ്. അതായത് വൈറ്റമിൻ B1ൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് ബെറിബെറി എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നത്. തൈമിൻ അല്ലെങ്കിൽ B1, വൈറ്റമിൻ B1ൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് ബെറിബെറി ഉണ്ടാകുന്നത്. വിച്ച് വൈറ്റമിൻ ഈസ് സിന്തസൈസ്ഡ് ഇൻ ദ സ്കിൻ ബൈ സൺലൈറ്റ്. സൺലൈറ്റിൻ്റെ സൂര്യപ്രകാശം കൊണ്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി അല്ലെങ്കിൽ കാൽസിഫെറോൾ. വൈറ്റമിൻ ഡി അല്ലെങ്കിൽ കാൽസിഫെറോൾ, അതാണ് നമുക്ക് ഈ പറയുന്ന സൺലൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വൈറ്റമിൻ.
ഇനി ഇത് റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി എന്ന് പറയുന്നത് അതിൻ്റെ സോഴ്സസ് നമ്മൾ പഠിച്ചു. സിട്രിക് ആസിഡ് അടങ്ങിയത്, അതായത് ഓറഞ്ച്, ലെമൺ അതുപോലുള്ളതിലൊക്കെയാണ് വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ്? ഓറഞ്ചിലാണ് നമുക്ക് വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത്. ഇനി വിച്ച് വൈറ്റമിൻ ഈസ് നോൺ ആസ് അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത് ഏത് വൈറ്റമിനാണ്? വൈറ്റമിൻ സി. വാട്ടർ സോല്യൂബിൾ വൈറ്റമിനായ വൈറ്റമിൻ സി ആണ് അസ്കോർബിക് ആസിഡ്. വിച്ച് വൈറ്റമിൻ മെയിൻറ്റെയിൻ നോർമൽ വിഷൻ. നോർമൽ വിഷന് ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ. വൈറ്റമിൻ എ ആണ് നോർമൽ വിഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി വിച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസി കോസസ് ബ്ലീഡിങ് ടെൻഡൻസി. ബ്ലീഡിങ് ഉണ്ടാകുന്നത് ഏത് വൈറ്റമിൻ്റെ കുറവ് കാരണമാണ്? വൈറ്റമിൻ കെയുടെ കുറവ് കാരണമാണ് നമുക്ക് ബ്ലീഡിങ്. അതായത് വൈറ്റമിൻ കെ എന്ത് ചെയ്യുന്നു? ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. ബ്ലീഡിങ് ടെൻഡൻസി ഈ വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് സീറോഫ്താൽമിയ ഈസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ്. സീറോഫ്താൽമിയ എന്ന് പറയുന്ന വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഐ ഡ്രൈനസ് ഉള്ള ഒരു ഡിസീസാണ് സീറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഇത് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ്. ഇനി അയൺ ഡെഫിഷ്യൻസി കോസസ്. അയൺ എന്ന് പറയുന്ന മിനറലിൻ്റെ ഡെഫിഷ്യൻസി കാരണം എന്തുണ്ടാവാം? അനീമിയ ഉണ്ടാവും. അതായത് HBയുടെ ഫോർമേഷൻ, ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷൻ കുറയുന്നത് കാരണം എന്തുണ്ടാവാം? അനീമിയ ഉണ്ടാവാം, വിളർച്ച ഉണ്ടാവാം. അതാണ് അയണിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഹീമോഗ്ലോബിൻ കുറയും. അത് കാരണം അനീമിയ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി അയഡിൻ ഡെഫിഷ്യൻസി കോസസ്. അയഡിൻ്റെ ഡെഫിഷ്യൻസി കാരണം നമുക്കുണ്ടാകുന്ന ഒരു ഡിസീസാണ് ഗോയിറ്റർ. അതായത് തൈറോയിഡിൻ്റെ എൻലാർജ്മെൻറ്റ്, തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ എൻലാർജ്മെൻ്റ് ആണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അയഡിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഗോയിറ്റർ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാവും. വിച്ച് മിനറൽ ഈസ് എസെൻഷ്യൽ ഫോർ ഹീമോഗ്ലോബിൻ ഫോർമേഷൻ. ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ട് ഏത് മിനറലാണ് ആവശ്യം? അയൺ. നമ്മൾ കുറേ തവണ പറഞ്ഞു അല്ലേ? അയൺ ഹെൽപ്പ് ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഡെഫിഷ്യൻസി ഓഫ് കാൽസ്യം കോസസ്. കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാരണം എന്തുണ്ടാവാം? വീക്ക് ബോൺ ഉണ്ടാവാം. അപ്പോൾ ബോണിൻ്റെ സ്ട്രെങ്തനിങ്ങിനും ഫോർമേഷനും എല്ലാം വേണ്ടിയിട്ട് എന്ത് വേണം? കാൽസ്യം അത്യാവശ്യമാണ്. ഇപ്പോൾ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാരണം വീക്ക് ബോൺ ഉണ്ടാവാൻ കാരണമാകും. ഇനി ഫ്ലൂറൈഡ് ഡെഫിഷ്യൻസി ലീഡ് ടു ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഒരു മിനറലാണ്. അത് നമ്മുടെ ടീത്തിൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഡെൻ്റൽ കാരീസ് ഉണ്ടാവാൻ കാരണമാകുന്നു ഇതിൻ്റെ ഡെഫിഷ്യൻസി കാരണം. ഫ്ലൂറൈഡിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഡെൻ്റൽ കാരീസ് ഒക്കെ ഉണ്ടാവാൻ കാരണമാകുന്നു. ഇൻ വിച്ച് മിനറൽ ഈസ് എസെൻഷ്യൽ ഫോർ തൈറോയിഡ് ഹോർമോൺ പ്രൊഡക്ഷൻ. തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഏത് മിനറലാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അയഡിൻ എന്ന് പറയുന്ന മിനറലാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ.